ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലിബൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബേക്കറി സ്റ്റൈലിലുള്ള ഒരു സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു സ്പഞ്ച് കേക്ക് നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ മിക്സിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അതിലോളെന്ന ഓപ്ഷൻ മറക്കല്ലേ. ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.25 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 1 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് പാല്, 1/2 കപ്പ് തന്നെ നെയ്യ്, ഡാൽഡയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വാനില എസൻസ് ആവശ്യമായിട്ടുണ്ട്. ഉപ്പ്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ നമ്മൾ ഉപയോഗിക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.25 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നമ്മളിവിടെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല പോലെ 2-3 തവണ അരിച്ചെടുക്കണം. ഇത് കേക്ക് നല്ല പോലെ തന്നെ സോഫ്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഡാൽഡ നെയ്യാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് മുഴുവൻ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാനൊരു തവണ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ നമുക്ക് ഇത് അടിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കി പഞ്ചസാര കൂടി ചേർത്ത് ഞാൻ നല്ല പോലെ ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതും ഓരോ മുട്ട വെച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. ആദ്യം ഒരു മുട്ട ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുള്ള ഒരു മുട്ട കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പാല്. അതും പകുതി ഒഴിച്ച് ഒന്നടിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ബാക്കി പാല് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി നല്ലപോലെ അരിച്ചെടുക്കാം. ഇപ്പോൾ ഇതേ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് നല്ല പോലെ ഫോൾഡ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒരുമിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് കട്ട കുത്തി പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് നല്ല പോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഫോൾഡ് ചെയ്തത് നന്നാവാതെ കട്ട കുത്തി നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഓവറായിട്ട് മിക്സ് ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ഇതേ എൻ്റെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ ബട്ടർ പേപ്പർ ഒഴിച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാനിലൊരു റിങ് ഇറക്കിയിട്ട് ഇതിലേക്കാണ് നമ്മൾ ടിന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിലും ഈ മെത്തേഡിൽ ചെയ്തെടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ കുക്കറിൽ നേരിട്ട് ഒഴിച്ച് കൊടുത്താലും മതി. എനിക്ക് ഈ ഒരു കേക്ക് ബേക്കായി വരാൻ ഏകദേശം 55 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ വീട്ടിലെയും സ്റ്റൗവിൻ്റെ തീക്കനുസരിച്ചിട്ടും അതേപോലെ അതിൻ്റെ ചൂടിനനുസരിച്ചിട്ടൊക്കെ ബേക്കിംഗ് ടൈമിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കുത്തി നോക്കാം. അപ്പോൾ കുത്തി നോക്കിയതിൻ്റെ സമയത്ത് ഇത് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്കൊക്കെ ബേക്കായി വന്നിട്ടുണ്ട്.
നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ചൂടാറിയതിന് ശേഷമാണ് ഇത് ടിന്നിൽ നിന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അതേപോലെ തന്നെ നമുക്ക് ടീ കേക്കായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.